ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ സച്ചി സുധിയെ പിടിച്ചുകൊണ്ട് വരികയാണ്. ഗുണ്ടകളൊക്കെ തല്ലി ചതച്ചിട്ട് സുധിയുമായിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തായാലും കാറിൽ കയറുന്നതിന് മുമ്പ് തന്നെ സച്ചി സുധിയോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഇതെന്താ നിനക്ക് സംഭവിച്ചത്, ഇതിന്റെ കാരണം എന്താണ്, നിന്നെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്താണെന്നൊക്കെ നീ വീട്ടിൽ ചെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അത് നീ കളവ് പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്നും കരുതണ്ട, നീ സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ പറയണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ സുധി പറയുന്നുണ്ട്, ശരി എന്നും പറഞ്ഞ് അങ്ങനെ ചെല്ലുകയാണ്. എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഓടിച്ചെന്ന് സുധി ആദ്യം കെട്ടിപ്പിടിക്കുന്നത് തൻ്റെ അച്ഛനെ തന്നെയാണ്. അച്ഛൻ മോനെ എന്ന് പറഞ്ഞ് അച്ഛൻ ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ട്. എന്തായാലും അച്ഛമ്മയും അവനെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം രവീന്ദ്രനാണെങ്കിൽ സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ്. സച്ചിയോട് പറയുന്നുണ്ട്, നീ എൻ്റെ മുത്താട, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ അവസ്ഥ, നീ എന്തായാലും അച്ഛൻ്റെ അഭിമാനം കാത്തു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ഒച്ച താഴെ കേൾക്കുമ്പോൾ മുകളിൽ തലവേദനയാണെന്നും പറഞ്ഞ് കിടന്നുറങ്ങാൻ പോയ ശ്രുതി ഓടി വരികയാണ് താഴോട്ട്. ശ്രുതിയെ കണ്ട് വേഗം തന്നെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതിയെ. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ശ്രുതിക്കും നല്ല ടെൻഷനുണ്ട്. ഇവരോട് എന്ത് കാരണം പറയും? ഇവരോട് 50 ലക്ഷം രൂപ കിട്ടിയ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി ഇവർ രണ്ടുപേരെയും വെറുതെ വെക്കില്ല. പിന്നെ ആ ഷോപ്പ് സച്ചിയുടെ പേരിലോ അച്ഛൻ്റെ പേരിലോ എഴുതി കൊടുക്കേണ്ടി വരും. ആ ഷോപ്പ് പിന്നെ ഭരിക്കാൻ പോകുന്നത് സച്ചി ആയിരിക്കും. അപ്പോൾ തന്നെയല്ല, ഈ ഇത്രയും വലിയ കള്ളത്തരം ചെയ്തതിന് സച്ചിയുടെ വക നല്ല ശിക്ഷയും കിട്ടും എന്നൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും ആ നേരം കൊണ്ട് സുധി മൊത്തം കള്ളത്തരങ്ങൾ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇല്ലാത്ത ഓരോ കഥകൾ ഇങ്ങനെ പറയുകയാണ്. ഈ ഷോപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഷോപ്പ് ഈ പൈസ കൊണ്ടാണ് തുടങ്ങിയതെന്നോ ഒന്നും അവർ പറയുന്നെല്ലാം മറച്ചു വെക്കുകയാണ്. അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതിയും റൂമിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് സച്ചി ആണെങ്കിൽ രേവതിയോട് ചോദിക്കുന്നുണ്ട്, അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് രേവതി എന്ന് ചോദിക്കുകയാണ്. എനിക്ക് പറ്റുന്നില്ല എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ രേവതിയും പറയാണ്, എനിക്കും പറ്റുന്നില്ല, അവർ പറഞ്ഞ എന്തൊക്കെയോ കള്ളത്തരമുണ്ട് എന്നിങ്ങനെ രേവതിയും മറുപടി പറയുകയാണ്. എന്തായാലും ഇപ്പം തൽക്കാലം പെട്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ശ്രുതിയും റൂമിൽ ചെന്ന് അവർ പരസ്പരം സമാധാനിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്